പറയാനുള്ള കാരണം ഒരുപാട് രാജ്യങ്ങളിൽ ഇപ്പോൾ എ ഐ വെച്ചിട്ട് റിസർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണെന്ന് അറിയാമോ? എ ഐ വെച്ചിട്ട് എങ്ങനെ യുദ്ധം ചെയ്യാം, ഓക്കെ, അത് വെച്ചിട്ട് ഓട്ടോണമസ് ആയിട്ടുള്ള ഡ്രോണുകൾ നിർമ്മിക്കുക. എ ഐ ഇല്ലാതെ അത് പ്രവർത്തിക്കുന്നതിനെക്കാട്ടിയും പ്രകടനശേഷി വളരെ കൂടുതലായിരിക്കും എ ഐ യൂസ് ചെയ്തിട്ടുള്ള ഡ്രോണുകൾക്ക് എന്ന് പറയുമ്പോൾ. അത് പോകുന്ന ലൊക്കേഷൻസ് ആണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് എവിടുന്ന് കൺട്രോൾ ചെയ്യാം, അതിന് സ്വയം അതിന് തീരുമാനം എടുക്കാനും കൂടെ പറ്റും. ഓക്കെ, ഡിപ്പെൻഡിങ് അപ്പോൺ ദ സിറ്റുവേഷൻസ്. അതേപോലെ തന്നെ മറ്റ് വെഹിക്കിൾസുകളും, ഓക്കെ, നമ്മുടെ എക്യുപ്മെന്റ്സ്. അപ്പോൾ ഇതിനെല്ലാം എ ഐയുടെ ഒരു പവറും കൂടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ ഡിസ്ട്രക്ഷൻ തന്നെ ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ പ്രതീക്ഷിക്കുന്നതിനെക്കാട്ടി അപ്പുറമായിരിക്കും അങ്ങനെ വരുമ്പോഴുള്ള ഓരോ ഇത്. അതിനൊക്കെ റോബോട്ടുകൾ, ഓക്കെ, റോബോട്ട് മീൻസ് ഇപ്പം നമ്മൾ ആർമിയാണല്ലോ നമ്മൾ പോകുന്നത്. ഒരു കമാൻഡോ ഓപ്പറേഷൻ ഉണ്ട്, അങ്ങനെ പല ഓപ്പറേഷൻസ് ഉണ്ട്. അപ്പം ഇതിനകത്തൊക്കെ ഈ പറഞ്ഞ കണക്ക് നമുക്ക് റോബോട്ടിനെ യൂസ് ചെയ്യാൻ പറ്റും. പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ റോബോട്ടിന് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. അതിൻ്റെ ആക്ടിവിറ്റീസ് വർക്ക് ചെയ്യുന്നതിനകത്തൊക്കെ പല പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ ചാർജിങ്ങിൻ്റെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ലൈക്ക് പവർ അധികം നേരം നിൽക്കാൻ പറ്റില്ല. അത് കണക്ക് തന്നെ ഇതിന് ടെറൈൻസ് ഉണ്ട്, ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, ലൈക്ക് ഈ പറഞ്ഞ സ്റ്റെപ്പ് കയറാനുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു റോബോട്ടിന്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, അതിനെല്ലാം ഉള്ള സംവിധാനങ്ങളായി കഴിഞ്ഞു. നിങ്ങൾ ബോസ്റ്റൺ ഡൈനാമിക്സിന്റെ റോബോട്ടിനെ നോക്കിയാൽ മതി, അവർ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം അത്യാവശ്യം നല്ല സ്പീഡിന് തന്നെ പോകാൻ പറ്റുന്ന റോബോട്ടുണ്ട്. ഡിഫറെൻറ്റ് ടെറൈൻസിലോട്ട് പോകാൻ പറ്റുന്ന റോബോട്ടുകളൊക്കെ നിർമ്മിച്ചിട്ടുണ്ട് അവർ. ഓക്കെ, ലൈക്ക് മനുഷ്യനെ പോലെ തന്നെ ആവണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഓക്കെ, നമ്മൾ ഈ പറഞ്ഞ കണക്ക് ഇപ്പം ടെസ്ലയുടെ കാർ എടുത്ത് നോക്കിയാൽ ഒരു ഡ്രൈവർ, മനുഷ്യനെ പോലെ ഡ്രൈവർ ഇരുന്ന് അത് കൺട്രോൾ ചെയ്യണമെന്ന് നിർബന്ധമില്ലല്ലോ. ഇറ്റ് ഈസ് ബിൽറ്റ് ഇൻ ടു ദാറ്റ്. അപ്പം ഈ പറഞ്ഞൊക്കെ അതിനകത്ത് തന്നെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം ഈ പറഞ്ഞൊക്കെ ഒരാളുടെ രൂപം കണക്കൊന്നും ഇരിക്കണമെന്നൊന്നുമില്ല, ഓൾറെഡി അതിനകത്തെല്ലാം സെറ്റാണ്. അതാണ് നേരത്തെ പറഞ്ഞൊക്കെ ഓട്ടോണമസ് ഈ ഡ്രോണുകൾ വരുന്ന സമയത്തും ഇതാരും പുറത്തുനിന്ന് ആരും കൺട്രോൾ ചെയ്യുക പോലും വേണമെന്നില്ല. ഓക്കെ, അതിന് തന്നെ എന്താണ്, അത് എപ്പോഴാണ് മറ്റേ ബോംബോ എന്തോ കൊണ്ട് പ്ലേസ് ചെയ്യേണ്ടത് അതവിടെ കൊണ്ട് പ്ലേസ് ചെയ്യും. അല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലുള്ള അറ്റാക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞതൊക്കെ എന്തെങ്കിലും ചോർത്തിയെടുക്കാനായിരിക്കും, ഡിപ്പെൻസ്. ഓക്കെ, ഈ പറഞ്ഞതുപോലെ ഇതിനെ നമ്മൾ നല്ല രീതിയിൽ എന്താ പറയുക കൺട്രോൾ ചെയ്യേണ്ട ഒരു സാധനം കൂടിയാണ് എ ഐ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ രാജ്യങ്ങൾ തമ്മിൽ ട്രീറ്റി സൈൻ ചെയ്തിട്ടില്ലേ, ന്യൂക്ലിയർ വെപ്പൺസ് യൂസ് ചെയ്യുന്നതിനകത്തൊക്കെ. അപ്പോൾ അതേ കണക്ക് എ ഐക്കകത്തും വേണ്ടി വരും. എ ഐ യൂസ് ചെയ്തിട്ട് ഈ പറഞ്ഞ കണക്ക് എന്ത് ചെയ്യുക, ഈ വെപ്പൺസ് നിർമ്മിക്കുന്നതിനകത്താണെങ്കിലും അതുപോലുള്ള ഒരു ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നതിനകത്തൊക്കെ ആണെങ്കിലും മേ ബി കൺട്രീസ് തമ്മിൽ ട്രീറ്റി സൈൻ ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് കാര്യങ്ങൾ. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഓൾറെഡി റിസർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൺട്രികൾ എ ഐ യൂസ് ചെയ്തിട്ടുള്ള കമാൻഡോസ് ആണെന്നുണ്ടെങ്കിൽ മിലിറ്ററി ഗ്രൂപ്പുകൾ. റഷ്യൻ മിഷനൊക്കെ ഈ പറഞ്ഞൊക്കെ അത് യൂസ് ചെയ്യാം. അത് നല്ല കാര്യം തന്നെയാണ്. അത് വാർ ടൈം എന്നല്ല, അല്ലാതെ എന്തെങ്കിലും ഒരു ഡിസാസ്റ്റർ